തമ്പാനൂരിൽ നിന്ന് രാഹുൽ ജിനാഥ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, പല സംസ്ഥാനങ്ങളിൽ നിന്ന്, പല ഇടങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ പല കോണുകളിൽ നിന്ന് പൊങ്കാല ഇടാൻ വേണ്ടി അമ്മമാർ, സഹോദരിമാരൊക്കെ വരുന്ന ദിവസമാണ്. തമ്പാനൂരിൽ നല്ല തിരക്കായിരിക്കും. കുറച്ചു മുമ്പ് ആരും പറഞ്ഞതേ വരികൾ തന്നെയാണ്. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ബസ്സുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിലെല്ലാം ഈ പൊങ്കാല ഇടാനെത്തുന്ന ആളുകളാണ്. പിന്നീട് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഈ പൊങ്കാലയോടനുബന്ധിച്ച ദിവസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിരുകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം എല്ലാവരും അവരുടേതായ സ്ഥലങ്ങൾ നിശ്ചയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പിന്നെ എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവർക്ക് പ്രതീക്ഷിച്ച സ്ഥലത്ത് ഒരു സ്ഥലം ലഭിച്ചു, അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ ഒരു സ്ഥലം ലഭിച്ചു എന്ന സന്തോഷത്തിൽ മടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം നിരവധി അമ്മമാരുണ്ട്. അമ്മ എവിടുന്നാ വരുന്നത്? കൊല്ലത്ത് എവിടാ? ബെൻസീറിന്റെ അടുത്ത് ചിന്നക്കടയിൽ. അപ്പം നഗര ഹൃദയത്തിൽ നിന്ന് വരികയാണ്. സ്ഥലം കിട്ടിയോ? സ്ഥലം കിട്ടി. ആണോ? അത് സന്തോഷമാണോ ഈ മുഖത്ത്? സന്തോഷം ആണല്ലേ. അമ്മയെല്ലാം തൊഴുത് എല്ലാ കാര്യവും കണ്ടു. രാവിലെ അമ്പലത്തിൽ പോയി. ഞങ്ങള് രാത്രി 1 മണിക്ക് വന്നു, എല്ലാം കണ്ട് തൊഴുത് ഇറങ്ങി വരുവാ. ഉറങ്ങിയോ? ഇല്ല. പ്രശ്നമല്ല. ഇല്ല, അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ മെനക്കെട്ട് അമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്കും വേണ്ടി നല്ലതിന് വേണ്ടി ഇറങ്ങി തിരിച്ച് അങ്ങനെ വരികയാണ്. ശരി, അപ്പൊ എന്നാലും വിശ്രമത്തിലേക്ക് പോയി. നാളെ പൊങ്കാലയൊക്കെ ഉള്ളതല്ലേ അല്ലേ? ശരി. നിരവധി ആളുകളെ നമുക്ക് കാണാം. ഈ സ്ഥലമൊക്കെ പിടിച്ചപ്പോൾ പറയുന്ന കേട്ടാൽ തന്നെ അറിയാം. ഇന്നലെ ഉറങ്ങിയില്ല, അമ്മയെ കണ്ടു, ഇനി പൊങ്കാല ഇടണം എന്ന തരത്തിലൊക്കെ പറയുകയാണ്. അതാണ് ഇവിടെ ഒരു അമ്മ ഇപ്പോൾ ഉണ്ട്. അമ്മേ എവിടുന്നാ? ഞങ്ങള് കായംകുളത്ത് വന്നേ. എപ്പോ എത്തി? ഇന്നലെ 10 മണിയായപ്പോൾ. ബസ്സൊക്കെ ഉണ്ടായിരുന്നു? തിരക്കുണ്ടായിരുന്നോ? തിരക്കുണ്ടായിരുന്നു. നാളെ മടങ്ങും. ഇനി നാളെ മടങ്ങും. ഇവിടെയാണോ പൊങ്കാല ഇടുന്നത്? ഇവിടെ പൊങ്കാല ഇടുന്നത്. വലിയ സന്തോഷമാണ്. സന്തോഷമാണല്ലേ. നമ്മളെ കണ്ടുകൊണ്ട് ഒരാള് ഞങ്ങളെ കണ്ടപ്പോഴേ ഒരു മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരിയുടെ പിന്നിലെ കാര്യം എന്താ? ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ വരുന്നത്. അതിന്റെ ഒരു ഏറ്റവും സന്തോഷം അത്. എല്ലാവരെയും ഇങ്ങനെയൊക്കെ കാണുകയും ഇടാൻ പറ്റി. ഇന്നലെ രാത്രി പോയി ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ ഏറ്റവും വലിയൊരു സന്തോഷം. ഞങ്ങൾ ഇവിടെ കോട്ടയത്ത് കടുത്തുരുത്തിന്ന്. കോട്ടയത്ത് എന്താ ഇങ്ങനെ വരാൻ ഇത്രയും വൈകിയത്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ അറിഞ്ഞു കേട്ട് നമുക്ക് ഇപ്പോഴായിരിക്കും യോഗം ഉണ്ടായി. അതുകൊണ്ട് അതിന്റെ എന്താണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് അല്ലെ? എന്താണെന്നുള്ള അറിയാൻ പോവാണ്. എന്തായാലും ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് സാധിച്ചു. അപ്പൊ ഇനിയും എന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഇനിയും ഉണ്ട്. അപ്പൊ അത് സാധിക്കുന്നതിനായിട്ട് ഞാൻ എത്തിയതാണ്. ഈ തിരുവനന്തപുരത്ത് മറ്റു ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ? തിരുവനന്തപുരത്ത് കിടക്കുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്ത് കിടക്കുന്ന ഇതുപോലുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഇല്ല, വേറെ ഇതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ എത്താൻ സാധിച്ചു. നാളെ ഇവിടെയാണ് പൊങ്കാല ഇടുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ ഇപ്പൊക്കെ കൂട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഇന്നലെ ഞങ്ങൾ എത്തി. ഒറ്റയ്ക്കാണോ വന്നത്? ഇല്ല, എനിക്ക് ഇവര് 2 പേര് കൂട്ടുണ്ട്. അവരൊക്കെ ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? ഇല്ല, ഞങ്ങൾ 2 ആളും ആദ്യമായിട്ടാണ്. ചേച്ചി വർഷങ്ങളായിട്ട് ഇടുന്നയാളാണ്. അപ്പൊ ചേച്ചിയാണ് ഇവരെ നയിക്കുന്നതാണോ? ഒരു ചിരിയില്ല, ഒതുക്കുകയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ കാഴ്ച. അതായത് ഈ പറയുന്ന ഇടങ്ങളിൽ, അതായത് ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ എതിർവശമാണ്. ഇവരൊക്കെ ഇനി വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ തേടി പോകും. രാവിലെ അമ്മയെ കണ്ട് തൊഴുത് എത്തി പിന്നീട് ഇനി പൊങ്കാലയ്ക്കായി തയ്യാറെടുക്കുന്നവരാണ്. ഇപ്പോൾ ഈ വാഹനങ്ങളൊക്കെ കാണാം, എല്ലാം വലിയ തിരക്കാണ്. ഇവിടെ ആര് സൂചിപ്പിച്ചതുപോലെ ഗതാഗത നിയന്ത്രണമുണ്ട്, അതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും കാര്യങ്ങൾ തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. സ്ഥലങ്ങളൊക്കെ പിടിച്ചു. ഇവിടെ എല്ലാവരും അവരുടേതായ ഇരിപ്പിടങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞ് വെയിലത്തുനിന്ന് മാറിയിരിക്കുകയാണ്. ആ ചൂട് അല്പം പ്രശ്നമാണ്. രാഹുൽ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ജലവിതരണവുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ ഉണ്ട്, അത് വസ്തുതയാണ്. അപ്പൊ അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഏതെങ്കിലും രീതിയിൽ കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഫൈനൽ തീരുമാനമായിട്ടുണ്ടോ എങ്ങനെ ഇതിനൊരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന്? നിലവിലെന്തായാലും ഒരു അന്തിമമായ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാനായിട്ടില്ല. കാരണം ഇന്നലെ തന്നെ വലിയ പ്രതിഷേധം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുണ്ടായിരുന്നു. BJP വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇവിടെ വരുന്നവർക്ക് ഇതുവരെ ബുദ്ധിമുട്ടില്ല എന്ന് തന്നെയാണ് നമ്മോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് നിലവിൽ അവരൊന്നും അനുഭവിക്കുന്നില്ല. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവർ ഉണ്ടെന്ന് പറയുന്നില്ല. അതിനപ്പുറത്തേക്ക് അതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ഈ നഗര ഹൃദയത്തിലുള്ള ഇവിടെ താമസിക്കുന്നവരാണ് ഈ പ്രശ്നം ഉന്നയിച്ചത്. അപ്പോൾ ഈ പ്രശ്നം ഇനി ആളുകൾ വരുമ്പോൾ രൂക്ഷമാകാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും അത്തരത്തിൽ ഇത് പ്രശ്നം പരിഹരിക്കുമെന്നുള്ളത് സംശയമില്ല. പക്ഷേ എത്തരത്തിലാകും എന്നുള്ളത് ഇത്തരത്തിലാണെന്നുള്ളതാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്. എന്തായാലും ടാങ്കറുകളിൽ വെള്ളം ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെന്ന് പറയുന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇവിടെ വരുന്നവർക്ക് ഈ ചൂടും പ്രശ്നമാകുന്നുണ്ട്. അതിനോടൊപ്പം ഈ കുടിവെള്ളം കൂടി പ്രശ്നമായാൽ
അത് വലിയ സങ്കടത്തിലേക്ക് പോകും. കാരണം ഇപ്പോൾ നമ്മൾ ഈ കണ്ട് സംസാരിച്ചവരുടെയൊക്കെ മുഖത്തെ സന്തോഷം ആകാംക്ഷയൊക്കെ നമ്മൾ ഈ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതാകരുത്. കാരണം അത്ര ആഗ്രഹത്തോടെയാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. മടങ്ങിപ്പോകുമ്പോൾ അതേ സന്തോഷത്തോടെ മടങ്ങിപ്പോകണം. അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരം എപ്പോഴും അവർ മടക്കി അയക്കാറ്. ആ ആതിഥേയത്വം അവർ പാലിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് അടക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് 11 മണി കഴിയുമ്പോൾ തന്നെ ഈ നഗരസഭയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഉൾപ്പെടെ ബാക്കി അതാണ് തമ്പാനൂരിൽ നിന്നുള്ള കാഴ്ചകൾ. പലയിടത്തും നമ്മളോട് സംസാരിച്ച ആ ചേച്ചി കോട്ടയത്ത് നിന്ന് ആദ്യമായി പൊങ്കാലയിടാൻ വേണ്ടി വരികയാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, അതിന്റെ ഒരു സന്തോഷമൊക്കെ അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. പൊങ്കാലയിടാൻ കഴിയണമേ എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും.